കഴിഞ്ഞ പ്രാവശ്യത്തെ മുരിങ്ങയില താളിപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുരിങ്ങയില പൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതായത് തോരൻ. കൂടെ നമുക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടി ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ബാക്കി കേട്ടോ. പൂവ് തന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് ഇന്നൊരു തോരൻ വെക്കാം. എല്ലാവരും കാണാതെ പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒതുക്കി ചേർക്കാനാട്ടോ കേട്ടോ. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാട്ടോ. കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത്, അല്ലേ ഇപ്പോൾ കാന്താരി എടുക്കാം. പിന്നെ ദേ മുരിങ്ങയിലയും ഇതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇടാവുള്ളൂ കേട്ടോ. ഈ ഇലത്തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒത്തിരി കടുക് ഇടരുത് കേട്ടോ. അതിലേക്ക് 2 വറ്റൽമുളക് മാത്രം. പിന്നെ ഈ ഇലത്തോരന് ഞാൻ കറിവേപ്പില ഇടത്തില്ല. നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പൂവിടാൻ. നോക്കിയേ, ഇത് മുല്ലപ്പൂ അല്ല കേട്ടോ, ഇത് മുരിങ്ങപ്പൂവാണ്. അത്യാവശ്യത്തിന് പൂവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നും കൂടെ പറിച്ചപ്പോഴത്തേനും ആയി. പക്ഷേ അത് തന്നെ ഇതായാലും പെട്ടെന്ന് അങ്ങ് ഇതാവുമല്ലോ എന്ന് ഓർത്താണ് കുറച്ച് മുരിങ്ങയിലയും കൂടി ഇട്ടത്. ആവശ്യത്തിന് ഉപ്പും വെച്ച് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിൽ വിതറി ആവിക്ക് തുള്ളി, അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആവിക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ. എങ്ങനെയുണ്ട് ഇതിൻ്റെ കളറൊക്കെ അല്ലേ? എന്തൊരു രസമല്ലേ കാണാൻ. ആ മഞ്ഞ കളർ തേങ്ങ ഒതുക്കി ഇട്ടതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവുള്ളൂ, ഒത്തിരി ഇടാൻ പാടില്ല. ഇതിനോട് കൂടി ഒരു മാങ്ങാ ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ പോയി നോക്കുമ്പോൾ മാങ്ങയെല്ലാം ഏകദേശം ചെനച്ചതായി വന്നിട്ട് ചോട്ടിൽ വീണും കിടപ്പുണ്ട്. ഒരു 2 നല്ല പഴം കിട്ടി, അല്ലാത്തതൊക്കെ ഓരോന്ന് കൊത്തി തിന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ചെനയ്ക്കാത്ത പിഞ്ച് മാങ്ങ നോക്കിയൊന്ന് ഞാൻ പറിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് ചോട്ടിൽ 2-3 എണ്ണം കിടക്കുന്നത്. അതിനെയും പെറുക്കിക്കൊണ്ട് വന്നു. അത് നല്ലോണം ചെനച്ചിട്ടുണ്ട്, നാളത്തേനത് നല്ല പഴമാകും. അപ്പം നമുക്കൊരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാമല്ലോ. മാങ്ങാ ചമ്മന്തിക്ക് വേണ്ട സാധനമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വാരിക്കൂരി നമ്മൾ പറയേണ്ട സാധനം. പക്ഷേ ഞാൻ ഇതിലേക്ക് കറിവേപ്പില വെക്കും കേട്ടോ. ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതിൽ 2 അല്ലി കറിവേപ്പിൽ നിന്ന് 2 അല്ലി കറിവേപ്പില എടുത്തിട്ട് ഇനി നമുക്ക് പോട്ട് ഒരു ചമ്മന്തി അങ്ങ് അരച്ചാലോ. നമ്മൾ ഇതിലും പച്ചമുളക് തന്നെയാണ് വെക്കുന്നത്, മുളക് പൊടിയല്ല. പിന്നെ മുളക് നല്ലോണം ചുട്ടരച്ചൊക്കെ വെച്ച് ചമ്മന്തി അരയ്ക്കും. ഞാൻ ഈ പച്ചമുളക്, ഇത് ഈ ഉണ്ടമുളകായ കാരണം ഇത് നല്ല എരിവുണ്ടാവും. പിന്നെ മാങ്ങ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില ചേർക്കുമെന്ന്. അങ്ങനെ നമ്മുടെ തോരനും റെഡി, ചമ്മന്തിയും റെഡി. നമ്മുടെ തോരന് അടിപൊളി തോരനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ഇന്ന് ഇത് ഞങ്ങൾക്ക് ഇന്ന് ഇതായിരുന്നു. ചോർക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ എല്ലാവരും കാണാതെ പതിയെ തിന്നുന്നില്ലേ. നമ്മളിങ്ങനെ ഇത് സഭയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ വയറും നിറയില്ല, വായും നിറയില്ല. ഞാനൊക്കെ എങ്ങനെയാണെങ്കിൽ ഇതേ ഇങ്ങനെയാണ് കഴിക്കുന്നത്. നന്നായിട്ട് ആരിരിപ്പുണ്ടോ അതൊന്നും നോക്കൂല, നന്നായിട്ട് കയ്യും വായും നിറച്ച് നന്നായിട്ട് അങ്ങ് കഴിക്കും. മറ്റേ ആദ്യമൊക്കെ കണ്ടത് നമ്മൾ സഭയിലൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്. പക്ഷേ വയറ് നിറയുമോ? നിങ്ങൾ പറ, നിങ്ങൾക്ക് വയറ് നിറയുമോ? നമ്മളിങ്ങനെ തിന്നാൽ മാത്രമേ നമുക്ക് വയറ് നിറയുള്ളൂ. ചാനൽ സബ് ചെയ്യണേ.